നമുക്ക് സിമ്പിളായിട്ടൊരു ഡെഫിനിഷൻ നോക്കാം. പ്രൈസ് എന്താണ്? ഇറ്റ് ഈസ് ദി എമൗണ്ട് ഓഫ് മണി ഓർ ഗുഡ്സ് ഫോർ വിച്ച് എ തിങ് ഈസ് ബോട്ട് ഓർ സോൾഡ്. ഒരു സാധനം വാങ്ങിക്കുക അല്ലെങ്കിൽ വിൽക്കുക. അപ്പോൾ അതായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്താണ് എമൗണ്ട് ഓഫ് മണി, അതിനാണ് നമ്മൾ പ്രൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രൈസിങ് എന്ന് പറയുമ്പോൾ പ്രോസസ് ഓഫ് ഫിക്സിങ് ദി പ്രൈസ് ഓഫ് എ പ്രൊഡക്റ്റ്. ഒരു പ്രൊഡക്റ്റിന് വിലയിടുന്ന പ്രോസസ്സാണ് പ്രൈസിങ് എന്ന് പറയുന്നത്. ഇതിന് ഇങ്ങനെ ഒരു മീനിങ് കൂടി നമുക്ക് കൊടുക്കാൻ പറ്റും. എക്സ്ചേഞ്ച് വാല്യൂ ഓഫ് എ പ്രൊഡക്റ്റ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് മണി. ഒരു പ്രൊഡക്റ്റിൻ്റെ എക്സ്ചേഞ്ച് വാല്യൂ, കൈമാറ്റ മൂല്യം എന്നൊക്കെ പറയാം. അതെങ്ങനെ? അത് നമ്മൾ ധനപരമായ രീതിയിൽ അവതരിപ്പിക്കുക. അതാണ് പ്രൈസിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, നമ്മുടെ 4 P's ഓഫ് മാർക്കറ്റിങ്ങിൽ പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ, ഇതിൽ സെല്ലർക്ക് റവന്യൂ ഉണ്ടാക്കുന്ന, വരുമാനം നൽകുന്ന ഒരേ ഒരു സംഭവമാണ് പ്രൈസിങ് എന്ന് പറയുന്നത്. ബാക്കിയൊക്കെ സെല്ലറെ സംബന്ധിച്ച് കോസ്റ്റാണ്, അല്ലേ? സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് നമ്മൾ ഒരു പ്രൈസ് ഫിക്സ് ചെയ്യുമ്പോൾ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ എന്താണ് സെല്ലറുടെ മൈൻഡിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ബിഫോർ ഡിറ്റർമിനിങ് ദി പ്രൈസ്, ദി മാനേജ്മെൻറ്റ് ഷുഡ് ഡിസൈൻ ദി ഒബ്ജക്റ്റീവ്സ്. അതിൽ പ്രധാനമായിട്ടുള്ള കുറച്ച് പോയിൻറ്റ്സ്: ഒന്ന് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, പ്രിവെൻറ്റ് കോമ്പറ്റീഷൻ. നമുക്ക് വേണമെങ്കിൽ എന്താണ് പ്രൊഡക്റ്റിൻ്റെയൊക്കെ വില കുറച്ച് നൽകിയിട്ട് നമുക്ക് എന്താണ് കോമ്പറ്റീഷനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും, തടയാൻ പറ്റും. പിന്നെ സർവൈവൽ ആൻഡ് ഗ്രോത്ത്, പ്രസ്റ്റീജ് ആൻഡ് ഗുഡ് വില്, പിന്നെ ടാർഗറ്റ് റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, ടാർഗറ്റ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, ഓക്കെ, ROI. ദെൻ ടു ഇംപ്രൂവ് ദി മാർക്കറ്റ് ഷെയർ. ഇതൊക്കെ ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സാണ്. ദെൻ എന്തെല്ലാമാണ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് പ്രൈസിങ് പോളിസീസ്? പ്രൈസിങ് പോളിസിയിലെ ഫാക്ടേഴ്സ് പ്രധാനമായിട്ടും രണ്ടായിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്ത ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് ഉണ്ട്, എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് വൈൽ ഫിക്സിങ് ദി പ്രൈസ് ഓഫ് എ പ്രോഡക്റ്റ്, ഒരു പ്രൊഡക്റ്റിന് വില ഇടുമ്പോൾ വി ഹാവ് ടു കൺസിഡർ ദീസ്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ ആദ്യത്തെ ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് 4 കാര്യങ്ങളാണ്. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ നോക്കണം, ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓർഗനൈസേഷൻ, മാർക്കറ്റിംഗ് മിക്സ്, പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ. ഈ ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് കംപ്ലീറ്റ് കൺട്രോളബിൾ ആണ്, നമ്മുടെ കൺട്രോളിലാണ്. പക്ഷേ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്, അൺകൺട്രോളബിൾ. അതാണ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അതിൽ പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് വരും, കോമ്പറ്റീറ്റേഴ്സിൻ്റെ പ്രൈസ് വരും. ദെൻ ഗവൺമെൻറ് പോളിസി, ഗവൺമെൻറ് മാറി വരുന്ന ഓരോ നയങ്ങളൊക്കെ ഉണ്ടായിരിക്കും, അപ്പോൾ അത്. ദെൻ ഡിസ്ട്രിബ്യൂഷൻ ചാനൽ, അതുപോലെ എക്കണോമിക് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ അതിൽ ട്രേഡ് പോളിസീസ്, ടാക്സേഷൻ, അതൊക്കെ അതിൽ വരും. സോ ദീസ് ആർ ദി ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് പ്രൈസിങ് പോളിസി. ഒരു പ്രൊഡക്റ്റിന് വില ഇടുമ്പോൾ നമ്മൾ പരിഗണിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. ദെൻ പ്രൈസിങ് പോളിസീസ്. എന്താണ് പ്രൈസിങ് പോളിസീസ് എന്ന് പറഞ്ഞാൽ? സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി പോളിസി അഡോപ്റ്റഡ് ടു ഡിറ്റർമിൻ ദി പ്രൈസ് ഓഫ് എ പ്രൊഡക്റ്റ് എന്നർത്ഥം. ദെൻ അതിൽ ഈ ഒരു ചാർട്ട് ആദ്യം വരച്ചിടുക. 3 തരത്തിൽ വേണമെങ്കിൽ നമുക്ക് എന്താണ് ഇതിനൊന്ന് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇവിടെ പ്രൈസിങ് പോളിസീസ് അല്ലെങ്കിൽ മെത്തേഡ്സ് എന്നൊക്കെ പറയാം കേട്ടോ. ഒന്ന് കോസ്റ്റ് ഓറിയൻറ്റഡ്, അതിൽ കോസ്റ്റ് പ്ലസ് പ്രൈസിങ്ങും, ടാർഗറ്റ് പ്രൈസിങ്ങും, ബ്രേക്ക് ഈവൻ പ്രൈസിങ്ങും, മാർജിനൽ കോസ്റ്റ് പ്രൈസിംഗ് ഉണ്ട്. ഡിമാൻഡ് ഓറിയൻറ്റഡിൽ ഡിഫറൻഷ്യൽ പ്രൈസിങ്ങും, പെർസീവ്ഡ് വാല്യൂ പ്രൈസിങ്. കോമ്പറ്റീഷൻ ഓറിയൻറ്റഡിൽ ഗോയിങ് റേറ്റ്, കസ്റ്റമറി പ്രൈസ്, അതുപോലെ തന്നെ സീൽഡ് ബിഡ് പ്രൈസിങ്. നമുക്കിതിൻ്റെ ഓരോന്നിൻ്റെയും വിശകലനത്തിലേക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. ആദ്യത്തെ കേസ് കോസ്റ്റ് ബേസ്ഡ് പ്രൈസിങ് പോളിസീസ്. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും എന്താണ്, ടോട്ടൽ കോസ്റ്റ് പെർ യൂണിറ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഈ പോളിസി. അതിൽ ഒരു 4 തരത്തിലുണ്ട്. അതിലൊന്ന് കോസ്റ്റ് പ്ലസ് പ്രൈസിങ് ആണ്. കോസ്റ്റ് പ്ലസ് പ്രൈസിങ് അതിൽ തന്നെ ഉണ്ട്. കോസ്റ്റ് പ്ലസ് പ്രൈസിങ് പറഞ്ഞാൽ കോസ്റ്റും അതിനോടൊപ്പം തന്നെ നമുക്ക് ഒരു പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് കൊടുക്കും, നമ്മളതിലേക്ക് വെക്കുകയാണ്. അപ്പം നമുക്ക് ഇത്ര കോസ്റ്റ് ചിലവായി, പിന്നെ നമ്മളെന്താണ് പറയുകയാണ് അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ നമുക്ക് ഇത്ര പ്രോഫിറ്റും കൂടിയും കിട്ടണം. അപ്പോൾ അതും കൂടി അതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് നമ്മളെന്താണ് ഒരു വില ഇടുകയാണ്. അതാണ് കോസ്റ്റ് പ്ലസ്. ഈ പ്ലസ് ആണ് ഇവിടെ വരുന്നത്, കോസ്റ്റ് പ്ലസ് എന്നുള്ളത്. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോസ്റ്റ് പ്ലസ് പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ഇതിനെ മാർജിൻ പ്രൈസിങ് എന്നും പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൂടി ഒന്ന് നോട്ട് ചെയ്യുക. മാർജിൻ, MARGIN, മാർജിൻ പ്രൈസിങ്. ഓക്കെ, ദെൻ ടാർഗറ്റ് പ്രൈസിങ്. ടാർഗറ്റ് പ്രൈസിങ്ങിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കോസ്റ്റ് പ്ലസ് ഒരു പെർസെൻറ്റേജ് ഓഫ് ROI എന്ന് പറഞ്ഞാൽ എന്താണ്, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇതാണ് ടാർഗറ്റ് പ്രൈസിങ്. ദെൻ മാർജിനൽ കോസ്റ്റ് പ്രൈസിങ്. ഈ മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്താണ്, വേരിയബിൾ കോസ്റ്റ് എന്നാണ് നമ്മളതിനെ പോപ്പുലർലി വിളിക്കുന്നത്, അല്ലേ? അതായത് സാധാരണ രീതിയിൽ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഫിക്സഡ് കോസ്റ്റും അതുപോലെ തന്നെ വേരിയബിൾ കോസ്റ്റും ഉൾപ്പെട്ടതാണ്. അപ്പോൾ ഫിക്സഡ് കോസ്റ്റ് എപ്പോഴും എന്താണ്, ഫിക്സഡ് ആയിരിക്കും, ഓൾവേസ് റിമെയിൻ ഫിക്സഡ് ആണ്. പക്ഷേ വേരിയബിൾ കോസ്റ്റ് എന്താണ്,
അത് വേരി ചെയ്തുകൊണ്ടിരിക്കും അക്കോർഡിംഗ് ടു ദി പ്രൊഡക്ഷൻ അനുസരിച്ച് വേരി ചെയ്തുകൊണ്ടിരിക്കും, കുറഞ്ഞോ കൂടിയോ നിൽക്കും. അപ്പോൾ ഇവിടെ വേരിയബിൾ കോസ്റ്റ് മാത്രം പരിഗണിച്ചുകൊണ്ടുള്ള ഒരു വില നിർണ്ണയമാണ് മാർജിൻ കോസ്റ്റ് പ്രൈസിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ ബ്രേക്ക് ഈവൻ പ്രൈസിങ്. ബ്രേക്ക് ഈവൻ പോയിന്റ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാമല്ലോ. ബ്രേക്ക് ഈവൻ പോയിന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ലാഭവും നഷ്ടമില്ലാത്ത ഒരു പോയിന്റിനെയാണ് ബ്രേക്ക് ഈവൻ പോയിന്റ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, പോയിന്റ് അറ്റ് വിച്ച് ദർ ഇസ് നോ പ്രോഫിറ്റ് ഓർ ലോസ്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, വില നിശ്ചയിക്കാൻ പറ്റും. ദറ്റ് ഈസ് ബ്രേക്ക് ഈവൻ പ്രൈസിങ്. ദെൻ ഡിമാൻഡ് ബേസ്ഡ് പ്രൈസിങ് പോളിസീസ്. ഡിമാൻഡ് ബേസ്ഡ് പ്രൈസിങ് പോളിസി പ്രധാനമായിട്ടും ഡിമാൻഡിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ്. അതിൽ രണ്ടെണ്ണമുള്ള ഡിഫറൻഷ്യൽ പ്രൈസിങ്ങും പെർസീവ്ഡ് വാല്യൂ പ്രൈസിങ്. ഡിഫറൻഷ്യൽ പ്രൈസിങ് ഇത് സാധാരണഗതിയിൽ നിങ്ങൾ ഈ ഒരു ഫിലിമൊക്കെ കാണാൻ പോകുമ്പോൾ നിങ്ങൾക്കിത് കാണാൻ പറ്റും. അതായത് അവിടെ ഒരൊറ്റ പ്രൊഡക്റ്റാണ് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത്, ഒരു ഫിലിം. പക്ഷേ എന്താണ്, അത് വ്യത്യസ്ത നിരക്കിലായിരിക്കും ആളുകൾ ടിക്കറ്റ് വാങ്ങുന്നത്. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് വ്യത്യസ്ത നിരക്കിൽ കൊടുക്കുകയാണ്. സെയിം പ്രൊഡക്റ്റ് ഈ സോൾഡ് അറ്റ് ഡിഫറെൻറ്റ് പ്രൈസസ്. അപ്പോൾ ഇതാണ് ഡിഫറൻഷ്യൽ പ്രൈസിങ് എന്ന് ഉദ്ദേശിക്കുന്നത്. ദെൻ പെർസീവ്ഡ് വാല്യൂ പ്രൈസിങ്. ഇത് യഥാർത്ഥത്തിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കൺസ്യൂമർ ആ പ്രൊഡക്റ്റിൽ എന്ത് വിലയാണ് അദ്ദേഹം, എന്ത് വാല്യൂ അല്ലെങ്കിൽ എത്രയാണ് അതിൽ കാണുന്നത് വെച്ചാൽ അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്താണ് ഒരു വില ഇടാൻ കഴിയുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കൺസ്യൂമറിൻ്റെ ഭാഗത്തു നിന്ന് ചിന്തിക്കുകയാണ് ഇതിൽ ഏകദേശം എത്ര നമ്മൾ കാണുന്നുള്ളത്. സോ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഓൺ ദി ബേസിസ് ഓഫ് വാല്യൂ പെർസീവ്ഡ് ബൈ ദി കൺസ്യൂമർ ഇൻ ദി പ്രൊഡക്റ്റിനർത്ഥം. ഓക്കെ, ഇതൊന്ന് വായിച്ച് നോക്കാം. ദെൻ കോമ്പറ്റീഷൻ ബേസ്ഡ് പ്രൈസിങ് പോളിസി ഉണ്ട്. അതിൽ മൂന്നെണ്ണമുള്ളത് ഗോയിങ് റേറ്റും കസ്റ്റമറി പ്രൈസിങ് സീൽഡ് ബിഡ് പ്രൈസിങ്. ഈ ഗോയിങ് റേറ്റ് പ്രൈസിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്, നിങ്ങളിതൊന്ന് വായിച്ച് നോക്കാം കേട്ടോ. ഞാൻ എൻ്റെ കോർ പോയിൻ്റ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പറയാം. ഇത് മറ്റൊരു പേരും കൂടി ഇത് അറിയപ്പെടുന്നുണ്ട്, ആക്സെപ്റ്റൻസ് പ്രൈസിങ് എന്നുള്ളത്. ആക്സെപ്റ്റൻസ് പ്രൈസിങ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഡിഫറൻഷ്യൽ പ്രൈസിങ്. ഈ ഡിഫറൻഷ്യൽ പ്രൈസിങ്ങിനെ ഡിസ്ക്രിമിനേഷൻ പ്രൈസിങ് എന്ന് പറയുന്നുണ്ട്, ഡിസ്ക്രിമിനേറ്ററി. ഓക്കെ, അപ്പോൾ ഇവിടെ ഗോയിങ് റേറ്റിനെ ആക്സെപ്റ്റൻസ് പ്രൈസിങ് എന്നൊരു പേരും കൂടി അതും കൂടി അറിയപ്പെടാറുണ്ട്. ഓക്കെ, ഇവിടെ പ്രധാനമായിട്ടും ചെയ്യുന്ന എത്രേ ഉള്ളൂ, നമ്മളെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ ഒരു പ്രൈസിങ് പോളിസിനനുസരിച്ച് നമ്മൾ ചെയ്യും. ഫിക്സിങ് പ്രൈസ് അക്കോർഡിംഗ് ടു ദി കോമ്പറ്റീറ്റേഴ്സ് പ്രൈസിങ് നടത്തും. ഓക്കെ, ദെൻ കസ്റ്റമറി പ്രൈസിങ്. ഇത് സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ട്രഡീഷൻ്റെ ഭാഗമായിട്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒരു കസ്റ്റം അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ചിലപ്പോൾ എന്താണ് പ്രൈസ് ഫിക്സ് ചെയ്യും. ഇപ്പോൾ ചായയുടെയും കാപ്പിയുടെയൊക്കെ വില അങ്ങനെ ആ രീതിയിലൊക്കെ ഫിക്സ് ചെയ്യാറുണ്ട്. ഒരു പ്രദേശങ്ങളിൽ ആ ഭാഗത്തൊക്കെ എന്താണ് ആ ഒരു രീതിയിൽ അങ്ങനെ അത് ഫിക്സ് ചെയ്ത് പോവുക. ഓക്കെ, പ്രൈസസ് ആർ ഫിക്സ്ഡ് ബൈ കസ്റ്റം ഓർ ട്രഡീഷൻ എന്നർത്ഥം. ഓക്കെ, ദെൻ സീൽഡ് ബിഡ് പ്രൈസിങ്. ഇത് പ്രധാനമായിട്ടും ഇപ്പോൾ സ്ഥാപനങ്ങളൊക്കെ കരാർ അനുസരിച്ച് ജോലി സ്വീകരിക്കുകയാണെങ്കിൽ ഈ ഒരു പോളിസിയൊക്കെ സാധാരണ കാണാറുണ്ട്. ഓക്കെ, ഇപ്പോൾ എതിരാളികൾ നിശ്ചയിക്കുന്ന ഒരു വിലയ്ക്ക് അനുസരിച്ച് നമുക്ക് എന്താണ് നിശ്ചയിക്കാം. അപ്പോൾ നമുക്ക് ഈ ടെൻഡർ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് വില കുറച്ചിട്ട് നമ്മൾ എടുക്കും. സോ അതാണ് സീൽഡ് ബിഡ് പ്രൈസിങ് എന്ന് പറയുന്നത്. ദെൻ പ്രൈസിങ് ഓഫ് ന്യൂ പ്രൊഡക്റ്റാണ്. ഒരു പുതിയ പ്രൊഡക്റ്റിന് നമ്മൾ വില കൊടുക്കുമ്പോൾ മാർക്കറ്റിലേക്ക് ഇറക്കുമ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഒന്ന് ഈ സ്കിമ്മിങ് പ്രൈസിങ് അല്ലെങ്കിൽ പെനട്രേറ്റിംഗ് പ്രൈസിങ്. സ്കിമ്മിങ് പ്രൈസിങ് എന്ന് പറയുകയാണെങ്കിൽ സ്കിമ്മിങ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം തന്നെ കുതിച്ച് ചാടുക എന്നുള്ളതാണ്. കുതിച്ച് ചാടുക. അപ്പോൾ തുടക്കത്തിൽ വലിയ വില ഇടുക, പിന്നീട് എന്ത് ചെയ്യുക, വില കുറയ്ക്കുക. അതാണ് ഇപ്പോൾ ഈ മൊബൈൽ ഫോൺ ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ വലിയ വിലയായിരിക്കും, പിന്നീട് ഓട്ടോമാറ്റിക്കായിട്ട് വില കുറയുക ചെയ്യുക. അത് സ്കിമ്മിങ് പ്രൈസാണ്. അപ്പോൾ ആദ്യം വലിയ വില കൊടുക്കുന്നത് എന്തിനാണ്, അപ്പോൾ അതിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട റിസർച്ചും കാര്യങ്ങളും ഇതൊക്കെ എന്താണ് ആ ഒരു വലിയ എമൗണ്ടൊക്കെ എന്താണ് റീകൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ വില കൊടുക്കും. എന്നിട്ട് അതൊക്കെ ഏകദേശം ആയി എന്ന് തോന്നുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വില കുറയ്ക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് ചെറിയ അല്ലെങ്കിൽ സാധാരണക്കാർക്കും അത് മേടിക്കാൻ പറ്റും. അപ്പോൾ അതാണ് സ്കിമ്മിങ് പ്രൈസ്. നേരെ ഓപ്പോസിറ്റാണ് പെനട്രേറ്റിംഗ്. ആദ്യം ചെറിയ വില ഇടും, എന്നിട്ട് മാർക്കറ്റ് മൊത്തത്തിലൊന്ന് പിടിച്ചെടുക്കും. എന്നിട്ട് എല്ലാവർക്കും ഇത് ഈ സാധനം തൃപ്തിയായിന്ന് തോന്നുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് വില കൂട്ടി ഇങ്ങനെ വരും. അപ്പോൾ ഈ രണ്ട് രീതിയിലാണ് സാധാരണഗതിയിൽ പുതിയ പ്രൊഡക്റ്റിന് വില ഇടുമ്പോൾ നമ്മൾ ചെയ്യല്. ഒന്നെങ്കിൽ സ്കിമ്മിങ്, പെനട്രേഷൻ. ഓക്കെ, ദെൻ ഇമ്പോർട്ടൻറ്റ് പ്രൈസിങ് സ്ട്രാറ്റജീസ്. ഒരുപാട് പ്രൈസിങ് സ്ട്രാറ്റജീസ് ഉണ്ട്. അതിൽ കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. സൈക്കോളജിക്കൽ പ്രൈസിങ്, ജിയോഗ്രഫിക്കൽ പ്രൈസിങ്, സോൺ പ്രൈസിങ്, ഡ്വൽ പ്രൈസിങ്, അഡ്മിനിസ്ട്രേറ്റഡ് പ്രൈസിങ്, മോണോപ്പൊളി പ്രൈസിങ്, നെഗോഷിയേറ്റഡ് പ്രൈസിങ്, ക്യാപ്റ്റീവ് പ്രൊഡക്റ്റ് പ്രൈസിങ്, കോമ്പറ്റീറ്റീവ് പ്രൈസിങ്, പ്രിഡേറ്ററി പ്രൈസിങ്, പ്രൊഡക്റ്റ് ബണ്ടിൽ പ്രൈസിങ്, പ്രൊമോഷണൽ പ്രൈസിങ്. അപ്പോൾ അത്രയും കാര്യങ്ങൾ. ഫസ്റ്റ് സൈക്കോളജിക്കൽ പ്രൈസിങ്. പേലനുണ്ട് മനഃശാസ്ത്രപരമായിട്ടുള്ള. അപ്പോൾ അതൊക്കെ നിങ്ങൾ വായിച്ചു നോക്കിയാൽ ഞാൻ കോറായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാം. വിലയോട് കുറവാണ് എന്നുള്ളൊരു ധാരണ ഉപഭോക്താക്കളിൽ നിന്ന് സൃഷ്ടിക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ബാറ്റയുടെ ഷൂവൊക്കെ ഈ രീതിയിലൊക്കെയാണ്. ഇപ്പോൾ 999 പോയിൻ്റ് എന്നൊക്കെ വില ഇടും. അപ്പോൾ 1000 ആയിട്ടില്ല,
അപ്പോൾ വില കുറവാണെന്ന് നമുക്ക് തോന്നുകയാണ്. സോ ടു ക്രിയേറ്റ് ആൻ ഇംപ്രഷൻ ഇൻ ദി മൈൻഡ് ഓഫ് കൺസ്യൂമേഴ്സ് ദാറ്റ് ദി പ്രൈസ് ആർ ടു ലോ അല്ലെങ്കിൽ ലോ. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതി സൃഷ്ടിക്കുക, അതാണ് മനഃശാസ്ത്രപരമായിട്ടുള്ള വില നിർണ്ണയം ഉദ്ദേശിക്കുന്നത്. ജിയോഗ്രഫിക്കൽ പ്രൈസിൽ പ്രധാനമായിട്ടും പറയുന്നത് ഭൂമിശാസ്ത്രപരമായിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ദൂരെ ഉള്ളൊരു വ്യക്തിക്കാണിത് പോകുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കൂടുമല്ലോ. അപ്പോൾ അതും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പോൾ ചാർജസ് ഹയർ പ്രൈസ് ടു ഡിസ്റ്റൻക്റ്റ് കസ്റ്റമേഴ്സ് ടു കവർ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് നടത്തും. അതാണ് ജിയോഗ്രഫിക്കൽ പ്രൈസിങ്. ദെൻ സോൺ പ്രൈസിങ്. സോൺ ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മേഖല വില നിർണ്ണയം എന്നൊക്കെ പറയാം. ഇപ്പോൾ ഒരു മേഖലയിലെ എല്ലാ ഇടപാടുകൾക്കും കമ്പനി ഒരു വില ഈടാക്കുകയാണ്. ദി കമ്പനി ചാർജസ് ദി സെയിം പ്രൈസ് ഫോർ ഓൾ കസ്റ്റമേഴ്സ് വിത്തിൻ എ സോൺ. അപ്പോൾ എന്താണ്, ഒരു ഡിസ്റ്റൻറ്റ് സോണിലാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്താണ്, ദി പ്രൈസ് ഈസ് ഹയർ ഇൻ ദി മോർ ഡിസ്റ്റൻറ്റ് സോൺ. ഇതാണ് സോൺ പ്രൈസിങ്. ഡ്വൽ പ്രൈസിങ്, ഇരട്ട വില നിർണ്ണയം. ഇപ്പോൾ നിങ്ങൾ മാവേലി സ്റ്റോറിൽ നിന്നൊക്കെ മല്ലിമുളകൊക്കെ വാങ്ങി നോക്കിയാൽ നമുക്ക് ഇതിൻ്റെ ഏകദേശം ഇത് മനസ്സിലാവും. ഇത് ഇരട്ട വില നിർണ്ണയം. ഇപ്പോൾ മാവേലി സ്റ്റോറിൽ ഒരു വിലയും ഓപ്പൺ മാർക്കറ്റിൽ ഇതിന് വേറൊരു വിലയാണ്. ആദ്യമൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത്, വലിയ മാറ്റം ഉണ്ടായിരുന്നു. ഓക്കെ, ഇപ്പോൾ ഏകദേശം ഒരേപോലെ ഉണ്ട്. അപ്പോൾ ഇത് എന്താണ്, ഡ്വൽ പ്രൈസിങ്ങിന് ഒരു എക്സാമ്പിളാണ്. സെല്ലിങ് ദി സെയിം പ്രൊഡക്റ്റ് അറ്റ് ടു ഡിഫറെൻറ്റ് പ്രൈസസ്, അതാണ് ഡ്വൽ പ്രൈസിങ്. ദെൻ അഡ്മിനിസ്ട്രേറ്റഡ് പ്രൈസിങ് ഉണ്ട്. അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഇപ്പോൾ നേർക്ക് ഭരണനിർവഹണം, അത് മാനേജ്മെൻറ്റിൻ്റെ ഒരു ഭാഗമാണല്ലോ. സോ പ്രൈസിങ് ഈസ് ഡൺ ഓൺ ദി ബേസിസ് ഓഫ് മാനേജീരിയൽ ഡിസിഷൻ, അതാണ് അഡ്മിനിസ്ട്രേറ്റഡ് പ്രൈസിങ്. ദെൻ മോണോപ്പൊളി പ്രൈസിങ്. മോണോപ്പൊളി പേരിൽ തന്നെ ഉണ്ട്, കുത്തകയാണ്, കുത്തക വില നിർണ്ണയം. അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ ഉൽപ്പാദകൻ അയാൾ ഇഷ്ടപ്രകാരം വിലയാണ് കൂട്ടുകയാണ്. അപ്പോൾ അയാൾ മാത്രം ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റാണ്, വേറെ ആരും അത് വിപണിയിലില്ല എന്നുണ്ടെങ്കിൽ അയാൾക്ക് അങ്ങനെയൊക്കെ ചെയ്യാം അല്ലേ. അപ്പോൾ ചാർജിങ് ഹൈ പ്രൈസ് ടു ദി പ്രൊഡക്റ്റ് ബൈ ദി മാനുഫാക്ചർ ഇറ്റ്സ് ഓൺ. ഈ നെഗോഷിയേറ്റഡ് പ്രൈസിംഗ് എന്ന് പറയുമ്പോൾ അത് നേരെ ഓപ്പോസിറ്റാണ്. അവിടെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വാങ്ങുന്ന ആളും വിൽക്കുന്ന ആളും ബയറും സെല്ലറും തമ്മിൽ എന്താണ് ഒരു ഡിസ്കഷനൊക്കെ നടത്തിയതിന് ശേഷം എന്താണ് അതിൽ പൊതു ചർച്ചയിലൂടെ ഒരു വില ഇടുകയാണ്. ഇപ്പോൾ നിങ്ങൾ ടൂറൊക്കെ പോകുമ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ സാധാരണഗതിയിൽ അവിടെ നെഗോഷിയേറ്റഡ് പ്രൈസിങ് വരാറുണ്ട്. അതായത് അവർ പറയും 500 രൂപ, അപ്പോൾ നമ്മൾ പറയും ഒരു 300 രൂപ. അപ്പോൾ ലാസ്റ്റ് ഡിസ്കഷൻ നടത്തിയിട്ട് നമ്മൾ എന്താണ് ഒരു 400 രൂപ ഉറപ്പിക്കും അല്ലേ. ഇത് നെഗോഷിയേറ്റഡ് പ്രൈസിങ് ആണ്. ഓക്കെ, ദെൻ ക്യാപ്റ്റീവ് പ്രൊഡക്റ്റ് പ്രൈസിങ് ഉണ്ട്. ക്യാപ്റ്റീവ് പ്രൊഡക്റ്റ് പ്രൈസിൻ്റെ പ്രത്യേകത എന്നുണ്ടെങ്കിൽ ഇതൊരു രസമാണ്. ഇതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ക്യാമറയൊക്കെ എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട്, ഇപ്പോൾ ക്യാമറയ്ക്ക് പ്രധാന പ്രൊഡക്റ്റിന് എന്താണ് വില കുറവ്, അതിൻ്റെ ക്യാപ്റ്റീവായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രൊഡക്റ്റുകൾക്ക് എന്താണ് വില കൂടുതലിടും. ഇപ്പോൾ ക്യാമറയ്ക്ക് എന്താണ് കുറഞ്ഞ വില ഇട്ടിട്ട് ഫിലിമിന് വലിയ വില ഇട്ട് അങ്ങനെ ഉണ്ടാവും. ഫിലിം എന്തായാലും നമുക്ക് വാങ്ങേണ്ടി വരും അല്ലേ. ഇപ്പോൾ പെന്നൊക്കെ നോക്കുകയാണെങ്കിൽ എന്താണ് പെന്നിന് 5 രൂപയാണ്, നിങ്ങൾ ഫില്ലർ മാത്രം വാങ്ങിക്കുമ്പോൾ 4 രൂപ കൊടുക്കേണ്ടി വരും. സോ ദിസ് ഈസ് ക്യാപ്റ്റീവ് പ്രൊഡക്റ്റ് പ്രൈസിങ്. മെയിൻ പ്രൊഡക്റ്റിന് എന്താണ് വില കുറച്ചിടുക, അതിൻ്റെ ക്യാപ്റ്റീവ് പ്രൊഡക്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മലയാളം നേർക്ക് വരെ വശീകൃത വില നിർണ്ണയം എന്നൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ മറ്റ് ഉൽപ്പന്നങ്ങൾക്ക് എന്താണ് വലിയ വിലയും കൊടുക്കുക. ദെൻ കോമ്പറ്റീറ്റീവ് പ്രൈസിങ്. ഇത് ആ പേരിൽ തന്നെയുണ്ട് കോമ്പറ്റീറ്റീവ് പ്രൈസിങ്. ഇപ്പോൾ ഹൈലി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു മേഖലയിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ആ കോമ്പറ്റീറ്റേഴ്സുടെ വില നമ്മൾ പരിഗണിക്കേണ്ടി വരും. ദി പ്രൊഡ്യൂസർ ഓഫ് ന്യൂ പ്രൊഡക്റ്റ് മേ ഡിസൈഡ് ടു ഫിക്സ് ദി പ്രൈസ് അറ്റ് എ കോമ്പറ്റീറ്റീവ് ലെവൽ. ദിസ് ഈസ് യൂസ്ഡ് വെൻ മാർക്കറ്റ് ഈസ് ഹൈലി കോമ്പറ്റീറ്റീവ്. ഓക്കെ, ദെൻ പ്രിഡേറ്ററി പ്രൈസിങ് ഉണ്ട്. പ്രിഡേറ്ററി ഇത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വെൻ എ ഫേം സെറ്റ്സ് എ വെരി ലോ പ്രൈസ് ഫോർ വൺ ഓർ മോർ ഓഫ് ഇറ്റ്സ് പ്രൊഡക്ട്സ് വിത്ത് ദി ഇൻറ്റൻഷൻ ഓഫ്, ഇപ്പോഴത്തെ പോയിൻ്റ് ഇതാണ്, ഡ്രൈവിങ് ഇറ്റ്സ് കോമ്പറ്റീറ്റേഴ്സ് ഔട്ട് ഓഫ് ദി ബിസിനസ്. നമ്മളെ കോമ്പറ്റീറ്റേഴ്സിനെ ബിസിനസ്സിൽ നിന്ന് പുറത്താക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്, നമ്മളെ കുറച്ച് പ്രൊഡക്റ്റുകൾക്ക് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ പ്രൊഡക്റ്റുകൾക്കോ വളരെ കുറഞ്ഞ വില ഈടാക്കുക. ഇതാണ് പ്രിഡേറ്ററി പ്രൈസിങ്. ദെൻ പ്രൊഡക്റ്റ് ബണ്ടിൽ പ്രൈസിങ്. ഇത് എന്താണ്, ഇത് രസകരമായിട്ടൊരു സംഭവമാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബണ്ടിൽ അതിലൊരുപാട് പ്രൊഡക്റ്റ് നമുക്ക് ഉൾക്കൊള്ളിച്ചുകൊണ്ട് അതാണ് വിൽക്കാം. ഇപ്പോൾ പണ്ട് CD ഒക്കെ കണ്ടിരുന്നു. ഇപ്പോൾ ഒരു പാക്കറ്റ് CD വാങ്ങുമ്പോൾ അതിൽ എന്താണ് പഴയതും പുതിയതൊക്കെ ആയിട്ടുള്ള ഒരുപാട് കൂടിയിട്ട് എന്താണ്, ഇപ്പോൾ പിന്നെ CD ഒന്നും ഇല്ലാത്തതുകൊണ്ട് എന്താണ് അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾഡ് സ്റ്റോക്ക് കുറേയാണ് പോയി കിട്ടുന്നതാണ്. നമുക്ക് സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഈ തിരുവോരങ്ങളിൽ നിന്നൊക്കെ സാധനം വാങ്ങിക്കുകയാണെങ്കിൽ അവിടെ ചിലപ്പോൾ സാമ്പാർ കിറ്റ് കിട്ടും.
ഒരു കവർ, ആ കവറിൽ സാമ്പാർ വെക്കാനുള്ള സാധനങ്ങളൊക്കെ പാടെ പല പ്രൊഡക്റ്റ് അതിലുണ്ടാവും അല്ലേ, എല്ലാ പ്രൊഡക്റ്റും കുറേശ്ശെ അതിലുണ്ടാവും. അപ്പോൾ അത് അവരെ സംബന്ധിച്ച് എന്താണ്, ഇങ്ങോട്ട് അതിന് കുറച്ച് വില എടുപ്പോൾ 30 രൂപ 40 രൂപയൊക്കെ വിടും. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് പെട്ടെന്ന് നമുക്ക് വാങ്ങിപ്പോവാം, എല്ലാ സാധനവും നമുക്ക് കിട്ടും. ഇതൊക്കെ കുറേശ്ശെ വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് വലിയ വില കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതിലാവുമ്പോൾ എന്താണ്, ചെറിയ ആളുകളൊക്കെ സംബന്ധിച്ച് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ കിറ്റായിട്ട് പോയാൽ സുഖമാണ്. പിന്നെ മാത്രമല്ല അവരെ സംബന്ധിച്ച്, വിൽക്കുന്ന ആളെ സംബന്ധിച്ച് എന്താണ്, ഇത് നാളേക്ക് മാറ്റി വയ്ക്കാൻ പറ്റാത്ത പ്രൊഡക്റ്റൊക്കെ ഓൾഡ് സ്റ്റോക്ക് അതൊക്കെ എന്താണ് ഈ കൂട്ടത്തിലാണ് വിറ്റ് പോവുകയും ചെയ്യുക. ഓക്കെ, അപ്പോൾ രണ്ടാൾക്കും ഇത് ലാഭമാണ്. ദെൻ പ്രൊമോഷണൽ പ്രൈസിങ് ഉണ്ട്. പ്രൊമോഷണൽ പ്രൈസിങ് ഇത് ആലോചിച്ചാൽ മതി, ബൈ 1 get 1 ഫ്രീ, ഒന്നെടുത്ത ഒന്ന് ഫ്രീ അല്ലെങ്കിൽ രണ്ടെടുത്ത ഒന്ന് ഫ്രീ, ഈ ഒരു രീതിയിലുള്ള പ്രൈസിങ്, അതാണ് പ്രൊമോഷണൽ പ്രൈസിങ്. ഓക്കെ, മറ്റൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും വരാം. ഓക്കെ.